അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗുഹാവാസികളെക്കുറിച്ചുള്ള വിവരണം അള്ളാഹു കഴിഞ്ഞ ആയത്തിൽ അവസാനിപ്പിച്ചത് ബഹുദൈവ വിശ്വാസത്തെ ആക്ഷേപിച്ചുകൊണ്ടും ഏകദൈവത്വം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടുമാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ശക്തമായ ശൈലിയിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ ദീൻ വിശുദ്ധ ഖുർആനിലൂടെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക, പ്രബോധനം ചെയ്യുക എന്നതാണ് താങ്കളുടെ ദൗത്യം. അതുകൊണ്ട് അള്ളാഹു എങ്ങനെയാണോ ഈ ദീനിനെ ഖുർആനിലൂടെ താങ്കൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്, അതിൽ ഒരു മാറ്റവും വരുത്താതെ, ആരുടെയെങ്കിലും താല്പര്യങ്ങൾക്ക് വഴങ്ങി അതിൽ ഒരു ഭേദഗതിയും വരുത്താതെ അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിൽ ആർക്കും ഒരു മാറ്റവും വരുത്താൻ സാധിക്കുകയില്ല. വല്ലവനും മാറ്റിമറിക്കാൻ ശ്രമിച്ചാൽ അവൻ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാവും. ഇക്കാര്യമാണ് 27-ാമത്തെ ആയത്തിൽ വിവരിക്കുന്നത്. ഇവിടെ മക്കാ മുശ്രിക്കുകൾ അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവത്തെക്കുറിച്ച് ചോദിച്ചതുമായി ബന്ധപ്പെടുത്തി ആ സംഭവം വിവരിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് ഇതാണ്: ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്തരം മുട്ടിക്കാനോ പരിഹസിക്കാനോ ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ യാതൊരു പ്രസക്തിയുമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുകയും സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. അതിനൊക്കെ മറുപടി പറയുകയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യേണ്ടതില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ആളുകൾക്ക് ഖുർആൻ മനസ്സിലാക്കി കൊടുക്കുകയും അത് പഠിപ്പിക്കുകയുമാണ് വേണ്ടത് എന്നർത്ഥം. പ്രവാചകന്മാരാകട്ടെ ഇസ്ലാമിക പ്രബോധകരാകട്ടെ അവരുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം അതാണ്. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിൽ വല്ല വിട്ടുവീഴ്ചയും വരുത്തുന്ന പക്ഷം അത് ഗൗരവതരമായ കുറ്റമായി അള്ളാഹു കണക്കാക്കും. വത്ലു മാ ഊഹിയ ഇലൈക, താങ്കൾക്ക് വഹി നൽകപ്പെട്ടത് താങ്കൾ ഓതുക. വത്ലു എന്നാൽ നീ ഓതുകയും ചെയ്യുക എന്നാണ്. താങ്കൾ ജനങ്ങൾക്ക് ഓതി കേൾപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാ ഊഹിയ ഇലൈക, താങ്കളിലേക്ക് വഹി നൽകപ്പെട്ടത്. മിൻ കിതാബി റബ്ബിക, താങ്കളുടെ റബ്ബിൻ്റെ വേദത്തിൽ നിന്ന്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള പ്രലോഭനങ്ങളും ഭീഷണികളും താങ്കൾക്ക് നിഷേധികളിൽ നിന്ന് നേരിടേണ്ടി വരും. അവർ അനാവശ്യമായ ചോദ്യങ്ങളും സംശയങ്ങളും ചോദിച്ച് താങ്കളെ കൺഫ്യൂഷനാക്കാൻ ശ്രമിക്കും. ഖുർആനിൽ നീക്കുപോക്കുകൾ നടത്തി വിട്ടുവീഴ്ച ചെയ്യാൻ അവർ ആവശ്യപ്പെടും. എന്നാൽ അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിൽ യാതൊരു മാറ്റവും വരുത്താതെ അതേപടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യവുമായി താങ്കൾ മുന്നേറുക. നിഷേധികളുടെ നടപടികളെ അവഗണിച്ചുകൊണ്ട് ലാ മുബദ്ദില ലി കലിമാതിഹി, അവൻ്റെ വചനങ്ങളെ മാറ്റിമറിക്കാൻ പോന്നവനായി ആരുമില്ല. ഖുർആനിക വചനങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താനോ കുറക്കാനോ കൂട്ടാനോ ചിലത് മറച്ചുവെക്കാനോ പൂഴ്ത്തിവെക്കാനോ ഒന്നും ആർക്കും കഴിയില്ല. അതാർക്കും സാധിക്കുകയില്ല. അതിനുള്ള അധികാരവും ആർക്കുമില്ല. ഇനി ആരെങ്കിലും അതിൽ വല്ല കൃത്രിമവും കാണിക്കാൻ ശ്രമിച്ചാൽ വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ, അവനെ കൂടാതെ ഒരഭയസ്ഥാനവും താങ്കൾ കണ്ടെത്തുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു താക്കീദിന്റെ സ്വരത്തിലാണ് പറയുന്നത്. വലൻ തജിദ, താങ്കൾ അപ്പോൾ കണ്ടെത്തുകയില്ല. മിൻ ദൂനിഹി, അവനെ കൂടാതെ അള്ളാഹുവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ താങ്കൾ കണ്ടെത്തുകയില്ല. മുൽതഹദൻ, ഒരു അഭയസ്ഥാനവും. അള്ളാഹുവിൻ്റെ കിതാബിൽ കൃത്രിമം ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവൻ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാവും എന്നാണ് പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ താക്കീത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ ഭേദഗതിയോ നീക്കുപോക്കോ നടത്തും എന്നതുകൊണ്ടല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന സന്ദേശം പൂർണ്ണമായും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും സ്വന്തം വകയായി അതിൽ ഒന്നും ഇല്ലെന്നും മക്കാ മുശ്രിക്കുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അവർ ആവശ്യപ്പെട്ടാലോ ആഗ്രഹിച്ചാലോ ഒന്നും ഖുർആനിൽ ഒരു ഭേദഗതിയും വരുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സാധിക്കുകയില്ല എന്നും അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ആയത്തിൻ്റെ ആശയത്തെ ഇങ്ങനെയും സംഗ്രഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും അപ്രസക്തമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും മക്കാ മുശ്രിക്കുകൾ അടക്കമുള്ള നിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിച്ച് അവരുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിൽ വീണു പോകാതെ ഖുർആനിലേക്ക് അവരെ ക്ഷണിക്കുകയും അങ്ങനെ അവർ ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരുമെന്ന പ്രതീക്ഷയോടുകൂടി ശരിയായ ഇസ്ലാമിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്യുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്.
ഏത് കാലത്തും ഇസ്ലാമിക പ്രവർത്തകർ മനസ്സിലാക്കേണ്ടതും ഇതുതന്നെയാണ്. ഇസ്ലാമിനെ അതിൻ്റെ തനതായ രൂപത്തിൽ ക്ഷമയോടെ ധൈര്യത്തോടെ പ്രബോധനം ചെയ്യുക എന്നതാണ് ഒരു ഇസ്ലാമിക പ്രബോധകൻ്റെ ഉത്തരവാദിത്വം. അത് നാട്ടിലെ പ്രമാണിമാരുടെയും മറ്റും താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങളാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഇൻഷാ അള്ളാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.